ഓക്കെ, നമ്മളപ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ ഒരു ചെറിയ ടോപ്പിക്കും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. എക്സ്ട്രീം വെതർ കോൺക്രീറ്റിംഗിൽ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ്. ഓക്കെ, അപ്പം അണ്ടർ വാട്ടർ കോൺക്രീറ്റിന് മുന്നേ മാസ് കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റിംഗ് ടെക്നിക്സിൽ ഹോട്ട് വെതർ കോൺക്രീറ്റിങ്ങും കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങും ഡിസ്കസ് ചെയ്തു. ആൻഡ് തേർഡ് വൺ ആണ് മാസ് കോൺക്രീറ്റിംഗ്. മാസ് കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കോൺക്രീറ്റ് പ്ലേസ്ഡ് ഇൻ മാസീവ് സ്ട്രക്ചേഴ്സ്. മാസീവ് സ്ട്രക്ചേഴ്സിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക, അതായത് ഡാംസ്, കനാലോഗ്സ്, ബ്രിഡ്ജസ് ഒക്കെ പോലെയുള്ള സ്ട്രക്ചേഴ്സിൽ വലിയ അളവിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്ന അങ്ങനെയുള്ള കോൺക്രീറ്റിനെയാണ് മാസ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ അപ്പോൾ എടുക്കുന്ന പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷുഡ് ഹാവ് ലോ സ്ലംബ് ആയിരിക്കണം. അതുപോലെ ലാർജ് സൈസുള്ള അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 150 mm, നോർമലി 20 to 40 ഒക്കെയാണ്. അത് 150 mm ഉള്ള അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ മാസ് കോൺക്രീറ്റിംഗിൽ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പവർ വൈബ്രേറ്റേഴ്സ് ഓഫ് ഇമേർഷൻ ടൈപ്പ് റിക്വയർഡ് ഫോർ കോമ്പാക്ഷൻ. പവർ വൈബ്രേറ്റേഴ്സ് ആണ് കോമ്പാക്ഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്, കാരണം അത്രയും മാസ് കോൺക്രീറ്റിംഗ് ആണ്. അപ്പം അതുപോലെ ലോ ഹീറ്റ് സിമെന്റ് യൂസ് ചെയ്യണം, കാരണം എന്താ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമുക്ക് കാരണം വലിയൊരു എമൗണ്ടിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളബിൾ അല്ലാത്ത രീതിയിൽ ഹീറ്റ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോ ഹീറ്റ് സിമെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ കണ്ടിന്യൂസ് ക്യൂറിങ് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, ക്രാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വിന്റർ സീസണിലാണ് നോർമലി നമ്മൾ മാസ് കോൺക്രീറ്റിംഗ് ചെയ്യാറുള്ളത്. മാസ് കോൺക്രീറ്റ് ഹാസ് ഹൈ ഏർലി സ്ട്രെങ്ത് ബട്ട് ലെസർ ലേറ്റർ സ്ട്രെങ്ത്. ഏർലി സ്ട്രെങ്ത് മാസ് കോൺക്രീറ്റിന് കൂടുതലായിരിക്കും. അതായത് കോൺക്രീറ്റ് പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് ഏർലി ടൈംസിൽ അതിന് സ്ട്രെങ്ത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും, അത് കൂടുതലായിരിക്കും. പക്ഷെ ലേറ്റർ സ്ട്രെങ്ത് അതിന് കുറവായിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് എക്സ്ട്രീം വെതർ കോൺക്രീറ്റിംഗിൽ വരുന്ന ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ്. അതൊരു നമുക്കറിയാം, വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കണം, ഏതൊക്കെ രീതിയിൽ അത് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സ്പെഷ്യൽ കെയർ ഹാസ് ടു ബി ടേക്കൺ ഇൻ പ്ലേസിങ് കോൺക്രീറ്റ് അണ്ടർ വാട്ടർ. വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ കെയർ എടുക്കണം. അപ്പോൾ പ്രിക്വേഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഷുഡ് ബി പ്ലാസ്റ്റിക് വിത്ത് സഫിഷ്യൻറ്റ് ഫ്ലോയബിലിറ്റി. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് പ്ലാസ്റ്റിക് ആയിരിക്കണം, സഫിഷ്യൻറ്റ് ഫ്ലോയബിലിറ്റി അല്ലെങ്കിൽ വർക്കബിലിറ്റി ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അധികം ഫ്ലോയബിലിറ്റി ഇല്ലാത്ത കോൺക്രീറ്റ് ആണ് അണ്ടർ വാട്ടറിൽ യൂസ് ചെയ്ത് വെച്ചാൽ നമുക്ക് സെഗ്രിഗേഷൻ ഉണ്ടാവാനുള്ള സാധ്യത. അതായത് ഈ ഫ്ലോയബിലിറ്റി ഉണ്ടെങ്കിൽ കോൺക്രീറ്റ് എന്ത് സംഭവിക്കും, പെട്ടെന്ന് ഫ്ലോ ചെയ്ത് അതിൻ്റെ സ്പേസിൽ അത് ഒക്യുപ്പൈ ചെയ്യും, അല്ലേ? അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഫ്ലോയബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലോ ചെയ്ത് അതിൻ്റെ സ്പേസിൽ അത് ഒക്യുപ്പൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സഫിഷ്യൻറ്റ് ഫ്ലോയബിലിറ്റി, അതുപോലെ സ്ലംബ് 150 to 180 mm ഒക്കെ വേണം, എന്ന് വെച്ചാൽ അത്രയും വർക്കബിലിറ്റി വേണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്രിഗേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഫ്ലോയബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് കോമ്പാക്റ്റിംഗ് ആയിട്ടുള്ള കോൺക്രീറ്റ്സ് ആണ് നോർമലി നമ്മൾ അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിന് യൂസ് ചെയ്യുക. ഓക്കെ, then cement requirement should not be less than 8 sacks per cubic meter of concrete. അപ്പം 8 ബാഗ്സ് സിമെന്റ് എങ്കിലും 1 മീറ്റർ ക്യൂബിൽ യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 8നേക്കാൾ ഒരിക്കലും കുറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഗ്രിഗേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതായത് ഈ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ, അതായത് അണ്ടർ വാട്ടർ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ട്, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഈ സിമെന്റിനെ ഇങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ മാക്സിമം സിമെന്റ് യൂസ് ചെയ്താലാണ്, കുറച്ച് സിമെന്റ് പോയാലും നമുക്കത് എന്താ പറയുക, മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് സിമെന്റ് നമ്മൾ മാക്സിമം 8 sacks per ക്യൂബിക് മീറ്റർ എങ്കിലും യൂസ് ചെയ്യണം. ഫൈൻ അഗ്രിഗേറ്റ് പ്രൊപ്പോർഷൻ ഷുഡ് ബി 45 to 55% അല്ലെങ്കിൽ 45 to 50% നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റ്സ് ആണ് വോയിഡ്സ് ഫില്ല് ചെയ്യാൻ. ഇതിനെ ഒരു പേസ്റ്റ് ആക്കി നിർത്തി കമ്പൈൻ ചെയ്ത് നിർത്തുന്നത് ഫൈൻ അഗ്രിഗേറ്റ്സ് ആണ്. അപ്പോൾ അത് കൂടുതൽ യൂസ് ചെയ്താലാണ് ഒന്നിച്ച് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് സെഗ്രിഗേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിൽ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ മെത്തേഡ്സ് ഫോർ കോൺക്രീറ്റിംഗ് അണ്ടർ വാട്ടർ. വെള്ളത്തിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ്, അപ്പോൾ ഒരു 2-3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രമ്മി മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് യൂസിങ് ട്രമ്മി എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പാണ് ഓഫ് 250 mm ഡയമീറ്റർ വിത്ത് ഫണൽ ഷേപ്പ്ഡ് അപ്പർ എൻഡ്. അപ്പോൾ 250 mm ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പിനെയാണ് ട്രമ്മി എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ അപ്പർ എൻഡ്, അതിൻ്റെ മോൾ ഭാഗം ഫണൽ ഷേപ്പ്ഡ് ആയിരിക്കും. നിങ്ങൾ ഫണൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫണലിൻ്റെ ഷേപ്പ് ഹോപ്പർ പോലെയാണ് അതിൻ്റെ മോൾ ഭാഗം ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ
മുകളിൽ ഡയമീറ്റർ കൂടിയിട്ട് പിന്നെ ഡയമീറ്റർ കുറഞ്ഞു വരുന്ന അങ്ങനത്തെ ഫണൽ ഷേപ്ഡ് ആയിരിക്കും ഈ പൈപ്പിന്റെ മോൾ ഭാഗം. ദെൻ എൻഡിന്ന് അത് പൈപ്പ് പോലെ താഴത്തേക്ക് ഉണ്ടാവും. ഈസ് കൺവീനിയൻറ്റ് ഫോർ പോറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഹൈ ഫ്ലോവബിൾ കോൺക്രീറ്റ്. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ ഫ്ലോവബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് പോർ ചെയ്യുന്നത്. ഓക്കെ, ദ കോൺക്രീറ്റ് ഈസ് മൂവ്ഡ് ടു ദ ഹോപ്പർ ബൈ ഐദർ പമ്പിങ് ഓർ ബെൽറ്റ് കൺവെയർ ഓർ സ്കിപ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ട്രമ്മി പൈപ്പ് അതിൻ്റെ അപ്പർ എൻഡ് ഹോപ്പർ പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഹോപ്പറിലേക്ക് കോൺക്രീറ്റ് ഐദർ നമ്മൾ പമ്പ് ചെയ്ത് കയറ്റും അല്ലെങ്കിൽ ബെൽറ്റ് കൺവെയേഴ്സ് വഴിയാണ് ഈ ഹോപ്പറിലേക്ക് കോൺക്രീറ്റ് ഇടുന്നത്. ദെൻ ട്രമ്മി പൈപ്പ് വിച്ച് അപ്പർ എൻഡ് കണക്റ്റഡ് ടു എ ഹോപ്പർ ആൻഡ് ലോവർ എൻഡ് കണ്ടിന്യൂസ്ലി സബ്മേർജ്ഡ് ഇൻ ഫ്രഷ് കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ടു പ്ലേസ് കോൺക്രീറ്റ് അറ്റ് ദ എക്സാക്ട് ലൊക്കേഷൻ ഫ്രം എ ഹോപ്പർ അറ്റ് ദ സർഫസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എവിടെയാണോ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നത് അവിടെ ഈ ട്രമ്മി പൈപ്പ് കൊണ്ടുവയ്ക്കും. മുകളിൽ ഹോപ്പറിലൂടെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യും. അത് ഈ ട്രമ്മി പൈപ്പ് കൂടെ താഴെ നമ്മൾ എവിടെയാണോ ഇത് പ്ലേസ് ചെയ്യേണ്ട ലൊക്കേഷനിൽ അത് പ്ലേസ് ആവും. ഓക്കെ, കെയർ ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് വാട്ടർ ഇൻ ട്രമ്മി. അപ്പോൾ ഈ ട്രമ്മി പൈപ്പിന്റെ ഉള്ളിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ട്രമ്മി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗർ കണ്ടാൽ അറിയാം, അതിൽ കാണിച്ചിട്ടുണ്ട് ഹോപ്പർ. അതിൻ്റെ ഈ ട്രമ്മി പൈപ്പ് എന്താന്ന് കാണിച്ചിട്ടുണ്ട്. ഒരു പൈപ്പ് പോലെയുള്ള നടുവിൽ കാണുന്നതാണ് ട്രമ്മി പൈപ്പ്. ഇതാണ് ട്രമ്മി പൈപ്പ്. ഈ പൈപ്പിന്റെ ഒരു മിനിറ്റ്, ഈ കാണുന്നതാണ് ട്രമ്മി പൈപ്പ്, ഇത് ഹോപ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹോപ്പറിന്റെ ഉള്ളിലൂടെ കോൺക്രീറ്റ് പോർ ചെയ്യും. ദെൻ ആ കോൺക്രീറ്റ് ഈ ട്രമ്മി പൈപ്പിലൂടെ ട്രാവൽ ചെയ്ത് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കോൺക്രീറ്റ് എത്തി. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ട്രമ്മി പൈപ്പിന്റെ ഉള്ളിൽ എന്ത് കയറാൻ പാടില്ല, വെള്ളം കയറാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, ട്രമ്മി മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ട്രമ്മി പൈപ്പ്. ചുറ്റും നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ട്രമ്മി പൈപ്പിന്റെ ഉള്ളിൽ കൂടെയാണ് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അതിന്റെ മോൾ ഭാഗം ഇത് ഇങ്ങനെ ആയിരിക്കും. കണ്ടോ, ഈ ട്രമ്മി പൈപ്പ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഇത് കോൺക്രീറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് അങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ കാണാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബക്കറ്റ് പ്ലേസിംഗ്. ബക്കറ്റ് പ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ബൈ ദിസ് മെത്തേഡ് ക്യാൻ ബി ക്യാരീഡ് ഔട്ട് അപ് ടു ഗ്രേറ്റർ ഡെപ്ത്. അപ്പം ഹെവി ഡെപ്തിലേക്ക് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബക്കറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. ബക്കറ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ഡ്രോപ്പ് ബോട്ടം വിച്ച് ക്യാൻ ഓപ്പൺ ഫ്രീലി ടു ഔട്ട്വേർഡ്സ്. അപ്പോൾ ഈ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബക്കറ്റിന്റെ താഴ്ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ഇറ്റ് ക്യാൻ ഓപ്പൺ ഫ്രീലി ടു ഔട്ട്വേർഡ്സ്, പുറത്തേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, അതിനെയാണ് ബക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബക്കറ്റ് ഈസ് ഫിൽഡ് വിത്ത് കോൺക്രീറ്റ് ആൻഡ് ടോപ്പ് ഈസ് കവേർഡ് വിത്ത് ക്യാൻവാസ് ക്ലോത്ത് ഓർ ഗണ്ണി ബാഗ്. അപ്പോൾ ഈ ബക്കറ്റ് എന്ത് ചെയ്യും, നമ്മൾ കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്യും. അതിന്റെ മോൾ ഭാഗത്ത് ഗണ്ണി ബാഗോ അല്ലെങ്കിൽ ക്യാൻവാസ് ക്ലോത്തോ വെച്ച് കവർ ചെയ്യും. ബക്കറ്റ് ഈസ് ലോവേർഡ് അപ് ടു ദ ഡെപ്ത് റിക്വയർഡ് യൂസിങ് എ ക്രെയിൻ ആൻഡ് കോൺക്രീറ്റ് ഈസ് ഡിസ്ചാർജ് ബൈ ഓപ്പണിംഗ് ദ ഡ്രോപ്പ് ബോട്ടം. എന്നിട്ട് എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും, ഈ ബക്കറ്റ് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് ഈ ബക്കറ്റിനെ ഒരു ക്രെയിൻ യൂസ് ചെയ്ത് എത്തിക്കും. ദെൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ബക്കറ്റിന്റെ നമ്മൾ പറഞ്ഞു ബോട്ടം പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് അവിടെ പ്ലേസ് ആവും. ഓക്കെ, എന്നിട്ട് ഈ ബക്കറ്റ് പുറത്തേക്ക് എടുക്കും, വീണ്ടും അത് ഫില്ല് ചെയ്യും, അത് ക്രെയിൻ യൂസ് ചെയ്ത് അവിടെ എത്തിക്കും. അങ്ങനെ അതാണ് ബക്കറ്റ് പ്ലേസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ലെവൽഡ് ടോപ്പ് സർഫസ് ഇൻ ദിസ് മെത്തേഡ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടോപ്പ് സർഫസ് ലെവൽ ചെയ്യാൻ പറ്റില്ല. ഈ ബക്കറ്റിൽ നിന്ന് അത് എങ്ങനെയാണോ വീഴുന്നത് അതുപോലെ കിടക്കും, ലെവൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബക്കറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ ബക്കറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നു, അതിന്റെ മോൾ ഭാഗം ക്ലോസ് ചെയ്യുന്നു, ദെൻ താഴ്ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് എവിടെയാണോ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യേണ്ടത് ഇതാണ് ബക്കറ്റ്. കണ്ടോ, അപ്പൊ എവിടെയാണോ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ഈ ബക്കറ്റിനെ എത്തിക്കുന്നു. ഇനി താഴ്ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു, കോൺക്രീറ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ ആ സ്ഥലത്തേക്ക് വീഴുന്നു, ദെൻ ഈ ബക്കറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അതാണ് ബക്കറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ട്രമ്മി മെത്തേഡ്, ദെൻ ബക്കറ്റ് മെത്തേഡ്. ദെൻ പ്ലേസിങ് ബാഗ്സ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഓരോ ബാഗില്ലേ, ഓരോ ചാക്കിൽ നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാണ്. കോൺക്രീറ്റ് അങ്ങനെ പ്ലേസ് ചെയ്യാണ്ട് ബാഗ്സിലാക്കി പ്ലേസ് ചെയ്യുക, അതാണ് പ്ലേസിംഗ് ഇൻ ബാഗ്സ്. കോൺക്രീറ്റ് ഇസ് ഫിൽഡ് ഇൻ ക്ലോത്ത് ഗണ്ണി ബാഗ്സ് പാർഷ്യലി, യൂഷ്വലി അബൌട്ട് 2/3. നമ്മൾ ഗണ്ണി ബാഗ്സിന്റെ ഒരു 2/3 കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക. ദീസ് ഫിൽഡ് ബാഗ്സ് ആർ പ്ലേസ്ഡ് ഓൺ എ സർഫസ് ആൻഡ് ഈസ് ലോവേർഡ് ഇൻ ടു ദ വാട്ടർ ആൻഡ് പ്ലേസ്ഡ് അറ്റ് ദ റിക്വയർഡ് ഡെപ്ത് കെയർഫുള്ളി ഇൻ എ ഹെഡർ ആൻഡ് സ്ട്രക്ചർ ഫ്രാക്ഷൻ ആസ് ഇൻ ദ ബ്രിക്ക് മേസൺറി കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബാഗ് ഫില്ല് ചെയ്യും, ബാഗിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് അതൊരു സർഫസിൽ വെച്ച് അവിടെ നിന്ന് ലോവർ ചെയ്ത് ഏത് ഡെപ്തിലേക്ക് നമ്മൾ അത് ഫില്ല് ചെയ്യണം അവിടേക്ക് എത്തിക്കും. ദെൻ ഈ ഹെഡർ സ്ട്രക്ചർ വെക്കുന്ന പോലെ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ബ്രിക്ക് മേസണിയിൽ ഹെഡർ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് വെക്കാറില്ലേ, അതുപോലെ നമ്മൾ ഈ ഗണ്ണി ബാഗ്സ് ആ റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യും.
നോ ഫോം വർക്ക് ഇസ് റിക്വയർഡ് ഫോർ ദിസ് മെത്തേഡ്. ഇവിടെ നമുക്ക് ഫോം വർക്ക് വേണ്ട. നമ്മൾ നോർമലി എന്താ ചെയ്യുക, ഒരു ഫോം വർക്കിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഗണ്ണി ബാഗിന്റെ ഉള്ളിലാണ് ഓൾറെഡി കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഡീഷണൽ ഫോം വർക്കിന്റെ ആവശ്യമില്ല. Divers are required to place the bags in correct order underwater, which makes this method slow and laborious. Okay. അപ്പം ഡൈവർ എന്താണ് ചെയ്യേണ്ടത്? ഡൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗ് ക്യാരി ചെയ്യുന്ന മെക്കാനിസം അതാണ്. അപ്പോൾ എവിടെയാണോ കറക്റ്റ് ഓർഡറിൽ അവിടെ പ്ലേസ് ചെയ്യുക. അപ്പം അത് കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഈ ഗണ്ണി ബാഗ്സ് ഫില്ല് ചെയ്ത് അത് അവിടെ എത്തിക്കുക എന്നുള്ളത് കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. വോയിഡ്സ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ബാഗ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫിൽ. പിന്നെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാഗ് വെച്ചു, അടുത്ത ബാഗ് വെച്ചു, അടുത്ത ബാഗ് വെച്ചു, അങ്ങനെ അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ രണ്ട് അഡ്ജസൻറ്റ് ബാഗ്സ് തമ്മിലുള്ള സ്പേസ് ഫില്ല് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. യൂസ്ഡ് ഫോർ പ്ലേസിങ് കോൺക്രീറ്റ് ഇൻ ഷാലോ ഡെപ്ത് വാട്ടർ. അതുപോലെ നോർമലി ഷാലോ ഡെപ്തിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പ്ലേസിങ് ഇൻ ബാഗ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റർ ഡെപ്തിലേക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഗ്രേറ്റർ ഡെപ്തിലേക്ക് നമ്മൾ നോർമലി ബക്കറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. ലാസ്റ്റ് പ്രീ പാക്ക്ഡ് കോൺക്രീറ്റ് ആണ്. യൂസ്ഡ് വെൻ ട്രമ്മി ഓർ ബോട്ടം ഡംപ് ബക്കറ്റ് മെത്തേഡ് ഈസ് നോട്ട് ഫീസിബിൾ ഫോർ കോൺക്രീറ്റിംഗ്. അപ്പം നമ്മൾ പറഞ്ഞ ട്രമ്മി മെത്തേഡും ബക്കറ്റ് മെത്തേഡും ഒന്നും ഫീസിബിൾ അല്ലാത്ത കേസിലാണ് ഈ പറഞ്ഞ പ്രീ പാക്ക്ഡ് കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് അഗ്രിഗേറ്റ് ആർ ഓൺലി പ്ലേസ്ഡ് ഇൻ ദ ഫോം വർക്ക് ആൻഡ് ആർ കോമ്പാക്റ്റഡ് ടു ഫോം എ പ്രീ പാക്ക്ഡ് മാസ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഫോം വർക്കിലേക്ക് ആദ്യം ജസ്റ്റ് അഗ്രിഗേറ്റ് മാത്രം പ്ലേസ് ചെയ്തിട്ട് അത് കോമ്പാക്ട് ചെയ്യും. The cement mortar is then grouted into this mass with required proportions. എന്നിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് സിമെന്റ് മോർട്ടാർ നമ്മൾ ഗ്രൗട്ട് ചെയ്യും. പ്രീ പാക്ക്ഡ് കോൺക്രീറ്റ് ഇസ് അഡ്വാൻറ്റേജസ് ഡ്യൂ ടു ലെസ് കാർബണേഷൻ shrinkage. അപ്പോൾ ഇവിടെ കാർബണേഷൻ വരാത്തത് കാരണം ഇത് കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പം ഇതെന്താ വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്ത് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഫോം വർക്കിൽ ആദ്യം അഗ്രിഗേറ്റ്സ് പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് അതൊരു മാസീവ് സ്ട്രക്ചർ ആക്കി വെച്ചു. ദെൻ അതിലേക്ക് അതിന്റെ വോയിഡ്സിലേക്ക് നമ്മൾ സിമെന്റ് മോർട്ടാർ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. സിമെന്റ് മോർട്ടാർ എന്ന് പറയുന്നത് സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും വാട്ടറും കൂടെയുള്ള പേസ്റ്റ് അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ. ഇത് അപ്ലിക്കബിൾ എപ്പോഴൊക്കെയാണ്? വെൻ റെയിൻഫോഴ്സ്മെന്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ, അതുപോലെ പൈപ്പിലും കൺഡ്യൂറ്റ്സിലും, വെൽ സ്റ്റെയിനിങ്ങിൽ, എഡ്ജ് അബട്ട്മെന്റ്സ് ആൻഡ് പിയേഴ്സ്, മാസ് കോൺക്രീറ്റിങ്ങിലൊക്കെയാണ് നമ്മൾ നോർമലി ഈ പ്രീ പാക്ക്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. സോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ പ്രീ പാക്ക്ഡ് മാസിൽ നമ്മൾ എന്ത് പറഞ്ഞു, അഗ്രിഗേറ്റ്സ് വെച്ചിട്ട് അതിൽ നമ്മൾ സിമെന്റിന്റെ സ്ലറി അല്ലെങ്കിൽ സിമെന്റിന്റെ പേസ്റ്റ് മോർട്ടാർ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗ്രൗട്ടിംഗ് എന്നാണ് ഈ പ്രോസസ്സിനെ പറയുക. അപ്പോൾ ഈ ഗ്രൗട്ടിംഗ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഒരു 3 രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൗട്ടിംഗ് ക്യാൻ ബി ഡൺ ബൈ ഗ്രൗട്ടിംഗ് ഈസ് ഡൺ അറ്റ് ദ ടോപ്പ് ഓഫ് മാസ് ആൻഡ് അലൗവിങ് ഇറ്റ് ടു പെനിട്രേറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അഗ്രിഗേറ്റ്സ് ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മോൾ ഭാഗത്ത് നമ്മൾ ഗ്രൗട്ട് അല്ലെങ്കിൽ നമ്മുടെ സിമെന്റിന്റെ പേസ്റ്റ് ആഡ് ചെയ്യും. അപ്പോൾ എന്നിട്ട് അത് അലൗ ടു പെനിട്രേറ്റ്. അപ്പോൾ അത് ഈ വോയിഡ്സിലൂടെ പെനിട്രേറ്റ് ചെയ്തിട്ട് താഴെ പോയിരിക്കും. അങ്ങനെ അങ്ങനെ വോയിഡ് ഫില്ല് ചെയ്ത് വരും. കംപ്ലീറ്റ് നമുക്ക് സിമെന്റിന്റെ മോർട്ടാർ ഫില്ല് ചെയ്യാം. ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഫോം വർക്ക് ഈസ് ഫിൽഡ് വിത്ത് ഗ്രൗട്ട് ആൻഡ് അഗ്രിഗേറ്റ് മാസ് ഇസ് പ്ലേസ്ഡ് ഇൻ ടു. അല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് ചെയ്യാം. അതായത് ഫോം വർക്കിൽ നമ്മൾ ആദ്യം ഗ്രൗട്ട് ഫില്ല് ചെയ്യും, അതിന് ശേഷം അഗ്രിഗേറ്റ് മാസ് ഫില്ല് ചെയ്യുക. അതല്ലെങ്കിൽ ഗ്രൗട്ട് ഈസ് ഇൻജക്റ്റഡ് ഫ്രം ബോട്ടം ഓഫ് പ്രീ പാക്ക്ഡ് മാസ്. അതല്ലെങ്കിൽ നമുക്ക് താഴത്തുനിന്ന് ഗ്രൗട്ട് ഇൻജക്ട് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൗട്ടിങ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്തായാലും നമ്മൾ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് അഗ്രിഗേറ്റും ഗ്രൗട്ടും സെപ്പറേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്, എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ. അപ്പോൾ ഇങ്ങനെ 4 മെത്തേഡാണ് ഉള്ളത് അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ്. അപ്പോൾ എന്താണ് അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് എന്നും അതിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നും അല്ലെ മെത്തേഡ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അത് ചോദിക്കാറുണ്ട്. ട്രമ്മി മെത്തേഡ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ട്രമ്മി മെത്തേഡ് ഉണ്ട്, ബക്കറ്റ് ഉണ്ട്, ദെൻ ബാഗ്സിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്, പ്രീ പാക്ക്ഡ് ആയിട്ടുള്ളത്. അങ്ങനെ ഒരു 4 രീതിയിൽ നമുക്ക് അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പം 4th മൊഡ്യൂളും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോർമലി ചോദിക്കാറുള്ളത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അഡ്മിക്സ്ചേഴ്സ് അതിൻ്റെ ടൈപ്സ്, അതുപോലെ സ്പെഷ്യൽ കോൺക്രീറ്റ് അതിൻ്റെ ടൈപ്സ്, ദെൻ എക്സ്ട്രീം വെതർ കോൺക്രീറ്റിങ്ങിൽ ഹോട്ട് വെതറും കോൾഡ് വെതറും കോൺക്രീറ്റിങ്, അതുപോലെ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് 3. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.